മുക്കം നഗരസഭയിൽ ഇത്തവണ കടുത്ത മത്സരം നടക്കുന്ന ഡിവിഷനുകളിലൊന്നായ 12ാം ഡിവിഷനിലാണ് ജനഹിതം ഇന്നെത്തി നിൽക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി LDFും ഭരണം തിരിച്ചുപിടിക്കാൻ UDFും കരുത്ത് കാട്ടാൻ BJPയും ഒരുങ്ങിയിരിക്കുന്ന മത്സരമാണ് 12ാം ഡിവിഷനിൽ നടക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ അറിയാം ജനഹിതത്തിലൂടെ. നമസ്കാരം. ജനഹിതത്തിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജനഹിതം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുക്കം നഗരസഭയിലെ 12ാം ഡിവിഷനായ അഗസ്ത്യൻമുഴി പ്രദേശത്താണ്. അഗസ്ത്യൻമുഴി ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡിവിഷനാണ് 12ാം ഡിവിഷൻ. ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റൈനീഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് മുക്കം നഗരസഭ രൂപം കൊണ്ടതിന് ശേഷം ഇവിടെ എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയം കണ്ടിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ്. ഇത്തവണ അതിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ റൈനീഷാണ്. റൈനീഷിനോട് അവരുടെ പ്രചരണത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രചരണത്തിൻ്റെ വിശേഷങ്ങൾ? എത്ര റൗണ്ട് പൂർത്തിയാക്കി? എങ്ങനെയൊക്കെയാണ് പ്രചരണം? ഞങ്ങൾ തുടക്കം തന്നെ, അതായത് നമ്മളെ മറ്റുള്ള പ്രദേശങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സമയം, അതുപോലെ തന്നെ അങ്ങനെ പല സമയമെടുത്തു. പക്ഷെ നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തൊട്ട് മുൻകൂട്ടി ഇവരെല്ലാവരും എന്നെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ആദ്യം തൊട്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അടുത്ത ദിവസം തൊട്ട് തന്നെ ഞങ്ങളെ പ്രചരണം ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു 3 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ആളുകളൊക്കെ നല്ല പ്രതികരണമാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഞാനായിട്ട് അത്രയും ബന്ധമുള്ള, എന്നോട് അത്രയും സ്നേഹമുള്ള ആളുകളാണ്. നമ്മളെ ഈ വാർഡിലെ ഒരു വീട്ടുകാർക്കും നമ്മളറിയാത്തതില്ല. കാരണം എല്ലാവരുമായിട്ടും നമ്മൾ നല്ല ബന്ധങ്ങളുണ്ട്, അവരായിട്ടുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. എല്ലാ വീടുകൾ കയറുമ്പം എല്ലാവരും നമ്മളോട് നല്ല സ്നേഹമാണ് കാണിക്കുന്നത്. പ്രചരണത്തിൻ്റെ ഇതിൽ തന്നെ നിരവധി പ്രവർത്തകരോടൊപ്പമാണ്, ഇത് മുൻ കൗൺസിലറുടെ ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരാണ് താങ്കളോടൊപ്പം പ്രചരണത്തിന്, അത് ഈ ഒരു ഉച്ച സമയത്ത്. അതെ, അതായത് നമുക്ക് അതൊക്കെ തന്നെയാണ്. കാരണം ഇതിൻ്റെ മുന്നേ വന്ന ഞങ്ങളുടെ 2 കൗൺസിലർമാർ, ഇപ്പം ജോഷിലേച്ചി ആയാലും ഇതിൻ്റെ മുന്നേ പ്രക്ഷോഭേട്ടനായിരുന്നു, ഇവരൊക്കെ നമ്മുടെ ഈ വാർഡിൽ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് ധൈര്യമായിട്ട് ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് വോട്ട് ചോദിക്കാൻ പറ്റും. മറ്റേത് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു മങ്ങിച്ചുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ ഇതൊന്നുമില്ല, നമുക്ക് സന്തോഷമാണ്. ഇവരൊക്കെ നല്ല പ്രവർത്തനം, ആ ഒരു തുടർച്ച, വികസന തുടർച്ച ഇനി ചെയ്യണം, അത് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. കാരണം പാർട്ടി അതിനാണ് നമ്മളൊക്കെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടിക്ക് ഒരു മങ്ങലേൽക്കാത്ത രീതിയിൽ നമ്മുടെ ഈ വികസന തുടർച്ച മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറയാനുള്ളത്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ അഗസ്ത്യമൊഴിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അഗസ്ത്യമൊഴിയിലൊരു ഗതാഗത കുരുക്കാണ്. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായും. അഗസ്ത്യമൊഴിയിൽ പറഞ്ഞ മാതിരി തന്നെ ഗതാഗത കുരുക്ക് അത് വലിയൊരു വിഷയം തന്നെയാണ്. അത് നമ്മൾ സർക്കാരും PWDയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഗസ്ത്യമൊഴിയിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നഗരസഭ ബലാബലത്തിൽ നിൽക്കുകയും ഒരു ലീഗ് വിമതന്റെ പിന്തുണയോടുകൂടി നഗരസഭ 5 വർഷം പൂർത്തീകരിക്കുന്നത്. ഇത്തവണ എങ്ങനെയാണ് മൊത്തത്തിൽ നഗരസഭയുടെ ഒരു രീതി, അതെ ട്രെൻഡ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അതിലൊരു സംശയമില്ല, മുക്കം നഗരസഭ LDF വീണ്ടും ഭരിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല. അതിൽ വ്യക്തമായ ലീഡോടുകൂടി നല്ല ഭൂരിപക്ഷത്തോടുകൂടി മുക്കം നഗരസഭ ഇതിനെ നിലനിർത്തി മുന്നോട്ട് പോകും. കാരണം ഒരുപാട് വികസനങ്ങൾക്ക് ഇനിയും തുടർച്ചയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു പോയതിന് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മുക്കം നഗരസഭയിൽ LDF തന്നെ വരണം എന്നതിൽ യാതൊരു സംശയമില്ല. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. മുക്കം നഗരസഭയിൽ LDF തുടരണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. ജനഹിതത്തിൽ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുക്കം നഗരസഭയിലെ 12ാം ഡിവിഷനായ അഗസ്ത്യൻമുഴി പ്രദേശത്ത് മത്സരിക്കുന്ന
യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ മധു മാസ്റ്ററാണ്. മധു മാസ്റ്റർ മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അതുപോലെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലകളിലൊക്കെ വിവിധ മേഖലകളിൽ തൻ്റെ പ്രവർത്തന പരിധിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കഴിഞ്ഞ തവണ നഗരസഭയിലെ കൗൺസിലറായിരുന്നു. ഈ വർഷവും ജനവിധി തേടുകയാണ് 12ാം ഡിവിഷനിൽ നിന്ന്. അവരുടെ പ്രചരണത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പ്രചരണം എത്രാം ഘട്ടമാണ്, എങ്ങനെ പോകുന്നു പ്രചരണങ്ങളൊക്കെ? പ്രചരണം ഇപ്പോൾ 3ാം ഘട്ടത്തിലാണ് നമ്മളുള്ളത്. 2 ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. 3ാം ഘട്ടത്തിൽ തന്നെ സ്ലിപ്പ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടി പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനെ സമയം കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങൾ മൊത്തം ആഗ്രഹിക്കുന്നത് മുക്കം മുനിസിപ്പാലിറ്റിയിൽ മാറ്റം വേണമെന്നില്ല. അതിനനുസരിച്ചുള്ള പ്രതികരണം ഈ വാർഡിലും കാണുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ LDF മുൻതൂക്കമുള്ളൊരു വാർഡാണെങ്കിൽ പോലും ആളുകളുടെ പ്രതികരണം ഈ ഒരു മാറ്റം ഉണ്ടാവണം എന്ന കാഴ്ചപ്പാട് അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളെ കാണുന്നത്. അത് UDF എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ വിജയത്തിനും സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 25 വർഷക്കാലമായിട്ട്, ഇത് പഞ്ചായത്തായിരുന്നപ്പോഴും കൂടുതൽ സമയം ഭരിച്ചിരുന്ന ഈ വാർഡിൽ ഉണ്ടായിരുന്നത് LDF തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രചരണമായിട്ട് പോകുമ്പോഴേ ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഇങ്ങനെ വികസനത്തിൻ്റെ എന്തെങ്കിലും മുരടിപ്പുകളെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത്? ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പോൾ 15 വർഷം പഞ്ചായത്തായ സമയത്തും 10 വർഷം മുനിസിപ്പാലിറ്റി ആയ സമയത്തും ഈ വാർഡ് പ്രതിനിധീകരിക്കുന്ന LDF തന്നെയാണ്. മുനിസിപ്പാലിറ്റി മാത്രമല്ല, ഈ വാർഡ് പൂർണ്ണമായി 25 വർഷം LDFിൻ്റെ കയ്യിൽ തന്നെ. പക്ഷേ ആ 25 വർഷം ഒരേ പാർട്ടി തന്നെ വന്നിട്ട് അതിൻ്റേതായ ഒരു ഗുണം ഇവിടെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോയി നോക്കിയപ്പോൾ അവിടെ ഡോൺ ബോസ്കോയുടെ അടുത്തൊരു കോളനി ഉണ്ട്. ചുരുങ്ങിയ വീടുകൾ 10 വീടുകൾ ഉള്ളൂ. അവിടെ കൃത്യമായൊരു വഴി പോലുമില്ല. ഒരു കോളനി ആണെങ്കിലും ഒരു വഴി വേണ്ട. അവിടെ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണല്ലോ. വഴിയില്ല. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ പ്രശ്നം. രാത്രി ആയാലും ഒരു 6 മണി കഴിഞ്ഞാൽ ആ ഭാഗത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത്രയും വളരെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയയാണ് ആ കോളനി പ്രദേശം. അപ്പോൾ അവിടെയൊക്കെ മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്ന് നമുക്കും ബോധ്യപ്പെടുന്നുണ്ട്, ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഇവിടെ കാര്യമായിട്ട് ഇപ്പോൾ അഗസ്ത്യമൊഴി ഈ അങ്ങാടിയുടെ ഒരു ഭാഗം കൂടി ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് അഗസ്ത്യമൊഴിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഗതാഗത പ്രശ്നമാണ്. അത് ഏതെങ്കിലും രീതിയിൽ അതിനെന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? കൃത്യമായൊരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ട്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ട്രാഫിക് പ്രശ്നം തന്നെയാണ്. മണാശ്ശേരിയും അഗസ്ത്യമൊഴിയാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് പ്രശ്നം അനുഭവപ്പെടുന്നത്. ഇവിടെ ഒരു ബൈപ്പാസ് നിർമ്മിക്കുകയോ അതല്ലെങ്കിൽ ഒരു ലൈറ്റ് സിഗ്നൽ സ്ഥാപിക്കുകയോ ചെയ്താൽ ഏറെക്കുറെ പരിഹരിക്കാൻ കഴിയും. ഈ ബൈപ്പാസ് നിർമ്മാണത്തിന് കഴിഞ്ഞ ബോർഡിൽ തന്നെ ഞങ്ങൾ നിർദ്ദേശം വെച്ചതാണ്. അതിനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ UDF അംഗങ്ങൾ താല്പര്യം കാണിച്ചതാണ്. പക്ഷേ എന്തോ LDF ഭരണകൂടത്തിന് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ തീർത്ത് പറയുന്നത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അഗസ്ത്യമൊഴിയിലെ ഈ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കും. അതിനുള്ള ബദൽ സംവിധാനം കാണാൻ നമുക്ക് കഴിയും. അതിന് പറ്റിയ വിധത്തിലുള്ള ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളതിന് മുൻകൈ എടുത്താൽ മതി. അപ്പോൾ ആ രൂപത്തിൽ പരിഹരിക്കാൻ കഴിയും. അത് ഏറ്റവും വലിയ പ്രശ്ന പരിഹാരവും ആയി മാറും. അങ്ങനെയാണ്. കഴിഞ്ഞ തവണ എന്തായാലും ബലാബലം എന്നൊരു മുനിസിപ്പാലിറ്റിയാണിത്. പിന്നെ ഒരു ലീഗ് വിമതനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഭരണം LDF നടത്തിയത്. ഇത്തവണ തീർച്ചയായിട്ടും വ്യക്തമായ ഭൂരിപക്ഷം UDF ഉണ്ടാവുന്ന തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. ഇപ്രാവശ്യം നമുക്ക് UDF അനുകൂലമാണ്. വ്യക്തമായ ലീഡിങ്ങോടുകൂടി തന്നെ ഇപ്രാവശ്യം നഗരസഭ UDF ഭരിച്ചിരിക്കും. അതിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അത്രയും ആത്മവിശ്വാസം. ആയിക്കോട്ടെ, എല്ലാവിധ ആശംസകളും. ജനഹിതത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുക്കം നഗരസഭയിലെ 12ാം ഡിവിഷനിൽ, അതായത് അഗസ്ത്യൻമൊഴിയുടെ ഒരു അരികിലുള്ള പ്രദേശമായ 12ാം ഡിവിഷനിലാണ്. 12ാം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി ബാബുരാജൻ പനച്ചിങ്ങലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ബാബുരാജൻ്റെ അവർ രാവിലെ മുതൽ തന്നെ നിരവധി വീടുകളിൽ കയറി ഇറങ്ങിയുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് സമയമേറെ വൈകി. ഈ വൈകിയ സമയത്തും വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് തങ്ങളുടെ ലഘുലേഖകളൊക്കെ വിതരണം ചെയ്തുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രചരണത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചേക്കാം. നമസ്കാരം. നമസ്കാരം. പിന്നെ എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ? എത്ര ഘട്ടം പൂർത്തിയാക്കി? 2ാം ഘട്ടം പൂർത്തിയാക്കി. പിന്നെ എല്ലാ വീടുകളിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. NDA വരണം എന്നുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണമൊക്കെ? നല്ല മികച്ച പ്രതികരണം സമീപനം ഉള്ളത്. ഒരു BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ തരണം എന്നുള്ള താല്പര്യം എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നഗരസഭയിൽ ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണോ കരുതുന്നത്? എല്ലാവരും പറയുന്നുണ്ട്. മാറ്റങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്താണ് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ നിങ്ങൾ വരുമ്പോഴേ
ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ നിലവിൽ എന്തെങ്കിലും അതായത് വികസനം നടന്നില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? വികസനം പോരായ്മ കാണുന്നുണ്ട്. അതിന് ഇന്ത്യ വന്നാൽ മാറ്റുന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ നഗരസഭയുടെ വികസനം അല്ലാതെ ഇപ്പോൾ സാധാരണ NDA സ്ഥാനാർത്ഥികൾ പലരും മുന്നോട്ട് വെക്കുന്നത് എന്താ വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്. അത് പലപ്പോഴും സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ താഴെത്തട്ടിൽ ഉള്ള ഇതുപോലെയുള്ള നഗരസഭ തലത്തിലൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ നിങ്ങൾ കൂടുതൽ സഹായിക്കുമെന്നുള്ളൊരു രീതിയിൽ ആ രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ടോ? അതുണ്ട്, ഞങ്ങളുടെ എന്തായാലും സാധിക്കും. ഈ ഡിവിഷൻ അഗസ്ത്യൻമൊഴി ഡിവിഷൻ എന്ന് പറയുന്നത് മുക്കത്തിൻ്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡിവിഷനിൽ ഒരു സാധാരണ നമ്മളെ കുട്ടികളില്ലേ, പ്രൈമറി തലത്തിൽ കുട്ടികൾ അങ്കണവാടി പോലും ഇല്ലാത്ത ഒരു എന്താ പറയുക ഡിവിഷനാണ്. അതേപോലെ തന്നെ അവിടെ ഒരു സാംസ്കാരിക നിലയില്ല, വായനശാലകളില്ല. അഗസ്ത്യൻമൊഴി ടൗണിലെത്തിയാൽ അവർക്ക് ഒരുപാട് ആളുകൾ വന്നിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സ്ഥലമാണ്. അവിടെ ഒരു ശുചിമുറി പോലും ഇല്ല. അപ്പം വളരെ എന്താ പറയുക ഒരു ഉൾക്കാട്ടിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാട്ട് പ്രശ്നമാണ് ഈ നഗരസഭയിലെ ഈ ഡിവിഷൻ്റെ. സാധാരണക്കാരെ ഇതുപോലെയുള്ള തിങ്ങി പാർക്കിംഗ് നടക്കുന്ന സ്ഥലത്ത് റോഡുകളുടെ വികസനമൊക്കെ ഇനിയും സാധ്യമാക്കാനുണ്ട്. അപ്പോൾ എന്താ കേന്ദ്ര പദ്ധതി എന്ന് പറയുന്നത് ഞങ്ങൾ എന്താ പറയുക ഉദ്ദേശിക്കുന്നത്, ഒരു CHC സെൻറ്റർ ഒരു ഡിവിഷനിലുണ്ടാവും. അത് ഞങ്ങളെ പാർട്ടീൻ്റെ നയമാണ്. ഒരു വാർഡിൽ ഒരു CHC സെൻറ്റർ. അങ്ങനെ എല്ലാ തലത്തിലുള്ള സമഗ്ര വികസനം ഈ നാട്ടിലെത്തിക്കും. ഒരു 30% കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ ഡിവിഷനിലുള്ളത്. അവരെ മാത്രം ചേർത്ത് പിടിച്ചാൽ സമഗ്ര വികസനം സാധ്യമാകും. അതിനുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ആളുകളുടെ അടുത്തുനിന്നുള്ള പ്രതികരണമൊക്കെ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. നല്ല പ്രതീക്ഷയിൽ തന്നെ. അപ്പോൾ ആയിക്കോട്ടെ, എല്ലാവിധ ആശംസകളും നേരെയാണ്. മുക്കം നഗരസഭയിൽ കടുത്ത മത്സരം നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്നായ 12ാം ഡിവിഷനിലെ 3 സ്ഥാനാർത്ഥികളെയുമാണ് നമ്മളിപ്പോൾ ജനഹിതത്തിൽ പരിചയപ്പെട്ടു കഴിഞ്ഞത്. ജനഹിതത്തിൻ്റെ ഈ 3 സ്ഥാനാർത്ഥികളിൽ ആരാണ് അവസാന റൗണ്ടിൽ വിജയം കൈവരിക്കുക എന്നുള്ളത് അറിയുന്നതിനായി 13ാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇതോടെ ഇന്നത്തെ ഈ ജനഹിതത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം മറ്റ് സ്ഥാനാർത്ഥികളുമായി, മറ്റൊരു ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.